നമസ്കാരം, നിഖിലാണ്. നാടൻ ചായയുടെ എല്ലാ പ്രേക്ഷകർക്കും വേൾഡ് കപ്പ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നടക്കാനിരിക്കുന്ന മത്സരങ്ങളാണ്. 2 മത്സരം നടക്കാനുണ്ട്. അതിൽ ആദ്യത്തെ മത്സരം ഖത്തറും സ്വിറ്റ്സർലൻഡും തമ്മിലുള്ള മത്സരമാണ്. അതൊരു നിർണായക മത്സരം, ഗ്രൂപ്പ് ബിയിലെ നിർണായക മത്സരം എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും മനസ്സിൽ വിചാരിക്കുന്നത് ആദ്യ മത്സരമായതില്ലേ ഉള്ളൂ, അപ്പോഴെങ്ങനെ നിർണായക മത്സരം ആകുക എന്ന് വിചാരിക്കും. അതായത് സംഭവം മറ്റൊന്നുമല്ല, ഗ്രൂപ്പ് ബിയിലെ ആദ്യ മത്സരം കാനഡയും ബോസ്നിയയും തമ്മിലായിരുന്നു അല്ലേ. അപ്പോൾ ആ ഒരു മത്സരം സമനിലയിൽ കലാശിച്ചത് കൊണ്ട് തന്നെ ഇന്നത്തെ മത്സരം അത് നിർണായകമാകും. കാരണം വിജയിക്കുന്ന ടീമുകൾക്ക് ഈ ഒരു ഗ്രൂപ്പിൽ ആധിപത്യം നിലനിർത്താൻ സാധിക്കും. ജയിക്കുന്ന ടീമിന് കൃത്യമായ ഒരു ആധിപത്യം നിലനിർത്താൻ സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഖത്തറായാലും സ്വിറ്റ്സർലൻഡ് ആയാലും അവർക്ക് ഇന്ന് വിജയിച്ചാൽ അത് ഗ്രൂപ്പിലെ ഒരു ആധിപത്യം, ആദ്യ ജയത്തോടു കൂടി ഒരു ആധിപത്യം നിലനിർത്താൻ അവർക്ക് എന്തായാലും സാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ തവണത്തെ ഒരു ഹോസ്റ്റ് ടീമായിരുന്നു ഖത്തർ എന്ന് പറയാം. അപ്പോൾ അന്ന് എല്ലാവരും പറഞ്ഞത് ഖത്തർ ഹോസ്റ്റ് ടീം ആയതുകൊണ്ട് ഒരു ലോകകപ്പ് കളിക്കുന്നു എന്നാണ്. പക്ഷേ ഇത്തവണത്തെ ഖത്തർ കൃത്യമായി മത്സരങ്ങളൊക്കെ കളിച്ച് അതിൻ്റെ ഒരു എക്സ്പീരിയൻസോടുകൂടി കൃത്യമായി ക്വാളിഫൈ ചെയ്ത് തന്നെ വരുന്നൊരു ടീമാണ് ഖത്തർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അവർ കൗണ്ടർ അറ്റാക്കാണ് ഖത്തറിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അപ്പം ഒരു ടീം വർക്കായിട്ട് ഖത്തർ കളിക്കുന്നു എന്നുള്ളതും അവർക്കൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഈ മത്സരത്തിൽ എല്ലാവരും ഉറ്റുനോക്കുന്നൊരു കാര്യം, ഒരു മലയാളി ഇന്ന് കളിക്കാൻ ഇറങ്ങുമോ എന്നുള്ളതാണ്. ഖത്തറിന് വേണ്ടി ഒരു മലയാളി താരം ഇന്ന് അരങ്ങേറ്റം കുറിക്കാൻ സാധ്യതയുണ്ട്. കുറിക്കുമോ എന്ന കാര്യത്തിലൊക്കെയാണ് ആരാധകരൊക്കെ ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതാണ് ഖത്തറിൻ്റെ ഖത്തറിനൊരു വീക്ക്നെസ്സായിട്ട് പറയാൻ സാധിക്കുന്നത് ഈ വലിയ ടീമുകൾക്കെതിരെ ഉള്ള ഒരു മത്സരം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു ലോകകപ്പ് ഒരു വേദിയിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഫിനിഷിങ്ങിനൊരു കൺസിസ്റ്റൻസി ഇല്ല, കുറവുണ്ട് എന്നുള്ളതൊരു വീക്ക്നെസ്സായിട്ട് എന്തായാലും പറയാൻ സാധിക്കും. പക്ഷേ ഖത്തറിനെ സംബന്ധിച്ച് ഖത്തർ വലിയൊരു ഫുട്ബോൾ ടൂർണമെൻറ്റിന് ഈ കഴിഞ്ഞ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ പദ്ധതി ഇട്ടിരുന്നു. ഒരു ഫുട്ബോൾ കാർണിവലിന് ഖത്തർ പദ്ധതി ഇട്ടിരുന്നു. അത് ഈ കഴിഞ്ഞ നമ്മുടെ ഫൈനലിസമയോടനുബന്ധിച്ച്, ഫൈനലിസമയിൽ അർജൻറ്റീന സ്പെയിനും തമ്മിലുള്ള പോരാട്ടം, അതിനോടനുബന്ധിച്ച് വലിയ ടീമുകളൊക്കെ ഉൾപ്പെടുത്തി ഒരു ടൂർണമെൻറ്റ് തന്നെ ഖത്തർ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ പശ്ചിമേഷ്യയിലെ ചില പ്രശ്നങ്ങളൊക്കെ കൊണ്ട്, സംഘർഷങ്ങളൊക്കെ കാരണം, ആ ഒരു എയർ സ്പേസ് അടച്ചതും ഒക്കെ കാരണം ആ മത്സരം മാറ്റിവെക്കേണ്ടി വന്നു, അത് ഉപേക്ഷിക്കേണ്ടി വന്നു. പക്ഷേ ആ ഒരു മത്സരം കളിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഖത്തറിന് കുറച്ചുകൂടി ആത്മവിശ്വാസം ഈ ലോകകപ്പിന് എത്തുമ്പോൾ ഉണ്ടായേനെ. കാരണം വലിയ ടീമുകളോട് മത്സരിക്കുന്നു, അങ്ങനെ മത്സരിച്ച് ഒരു വിജയമൊക്കെ സ്വന്തമാക്കിയതിന് ശേഷമാണ് ഈ ലോകകപ്പിലേക്ക് വന്നിരുന്നെങ്കിൽ ഖത്തറിന് കുറച്ചുകൂടി ഒരു മേൽക്കൈ ഉണ്ടാകുമായിരുന്നു, അല്ലെങ്കിൽ കുറച്ചുകൂടി ആത്മവിശ്വാസം കൂടുമായിരുന്നു എന്ന കാര്യത്തിൽ എന്തായാലും സംശയമില്ല. ഇനി സ്വിറ്റ്സർലൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പരിചയസമ്പന്നരായ ടീമാണ്, അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഒപ്പം അവർ ടാക്റ്റിക്കൽ ഡിസിപ്ലിൻ, ഒപ്പം ഈ പറഞ്ഞതുപോലെ വലിയ മത്സരങ്ങൾ കളിച്ചുള്ള എക്സ്പീരിയൻസ്, ഇതൊക്കെ അവർക്കൊരു അഡ്വാൻറ്റേജ് ആണ്. ഗ്രൂപ്പ് ബിയിലെ ഒരു ബാലൻസ്ഡ് ടീം, അല്ലെങ്കിൽ ഒരു വലിയ ടീം എന്ന് പറയാൻ സാധിക്കുന്ന ഒരു ടീം കൂടിയാണ് സ്വിറ്റ്സർലൻഡ് എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ എന്തായാലും സ്വിറ്റ്സർലൻഡും ഖത്തറും തമ്മിലൊരു പോരാട്ടം, ഏവരും ഉറ്റുനോക്കുന്നൊരു പോരാട്ടം തന്നെ. കാരണം ഗ്രൂപ്പ് ബിയിലെ പ്രധാനപ്പെട്ട ഒരു മത്സരം കൂടിയാണ് എന്തായാലും ഇന്ന് നടക്കാനിരിക്കുന്നത്. ഇന്നിനി നമ്മൾ നോക്കുന്നത് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അർദ്ധരാത്രി നടക്കുന്നൊരു മത്സരത്തിൻ്റെ വിശേഷങ്ങളാണല്ലേ. അത് ഈ ലോകകപ്പിലെ ഫേവറേറ്റുകളായ, അല്ലെങ്കിൽ ആരാധകരൊക്കെ ഉറ്റുനോക്കുന്ന, ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു പ്രധാനപ്പെട്ട ടീം ഇന്ന് കളത്തിലേക്ക് ഇറങ്ങുന്നു എന്നുള്ളതാണ്. അത് ബ്രസീലാണ്. ബ്രസീലും മൊറോക്കോയും തമ്മിലാണ് ഒരു പോരാട്ടം ഇന്ന് നടക്കാനിരിക്കുന്നത്. ആരാധകരൊക്കെ ഉറ്റുനോക്കുന്ന ഒരു പോരാട്ടമാണ്. 2 കാര്യമുണ്ട്. ഒന്ന്, ബ്രസീൽ എന്ന ആ ഒരു ടീമിൻ്റെ ഫാൻ ബേസ് അത് വളരെ വലുതാണ്. ഇപ്പോൾ അവരുടെ താരങ്ങൾ, വിനീഷ്യസ് ജൂനിയർ അടക്കമുള്ള അവരുടെ താരങ്ങളുടെ പ്രകടനമൊക്കെ ആരാധകരെ ഉറ്റുനോക്കുന്നുണ്ട്. അതോടൊപ്പം മൊറോക്കോ എന്ന ടീം കഴിഞ്ഞ തവണത്തെ സെമി ഫൈനലിസ്റ്റുകളാണ്. കറുത്ത കുതിരകളാകുന്ന ഒരു ടീമെന്ന് കഴിഞ്ഞ വട്ടം വിശേഷിപ്പിച്ച ഒരു ടീമാണ്. അതായത് വലിയ വമ്പൻ അട്ടിമറികളൊക്കെ നടത്തിയ ഒരു ടീമാണ്. അപ്പം ആ ഒരു മൊറോക്കോയും ബ്രസീലും തമ്മിലാണ് ഇന്നത്തെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോരാട്ടം. അതായത് ഇന്നത്തെ രണ്ടാമത്തെ മത്സരം നടക്കുന്നത്. ഈ ലോകകപ്പിൽ ഇതുവരെ നടന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോരാട്ടമാണത്. ബ്രസീലിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു വേൾഡ് ക്ലാസ് അറ്റാക്കേഴ്സാണ് അവരുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതായത് പ്രധാന താരങ്ങളുണ്ട്, ഇൻഡിവിജ്വൽ പെർഫോമൻസ് അവർക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്യും. അവരുടെ താരങ്ങളൊക്കെ പലരും ക്ലബ് ഫുട്ബോളിലൊക്കെ വലിയ മികച്ച രീതിയിലുള്ള പ്രകടനം നടത്തിയതിന് ശേഷം വരുന്നത് കൊണ്ട് തന്നെ അവർക്കൊരു അതിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ട്. ഒപ്പം ഈ സ്ക്വാഡിൻ്റെ ഡെപ്ത്ത് അത് എടുത്ത് പറഞ്ഞേ പറ്റുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഇൻ്റർനാഷണൽ ക്വാളിറ്റി, അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ വേൾഡ് ക്ലാസ് ടീമാണ്. ഒപ്പം ഒരു വലിയ മാച്ചുകൾ കളിച്ച് വലിയ എക്സ്പീരിയൻസ് ഉള്ള ഒരു ടീമാണ്. അപ്പോൾ ആ വലിയ മാച്ചിൻ്റെ പ്രഷറിനെയൊക്കെ അനായാസം മറികടക്കാൻ സാധിക്കുന്ന ടീമാണ്. അതായത് ലോകകപ്പ് വേദികളിൽ വേറെ പ്രഷറൊന്നും ഇല്ലാതെ അനായാസം കളിക്കാൻ സാധിക്കുന്ന ഒരു ടീമാണ് ബ്രസീൽ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്തായാലും ബ്രസീലിന് ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. സാധാരണ ബ്രസീൽ വളരെ കൂളായി ഒക്കെയാണ് മത്സരം തുടങ്ങുന്നത്. പക്ഷേ ബ്രസീലിനെ സംബന്ധിച്ച് ഒരു വലിയ വെല്ലുവിളി ഇന്നത്തെ മത്സരത്തിൽ ഉള്ളത് നെയ്മർ കളിക്കുമോ എന്ന ചോദ്യമാണ്. നെയ്മർ കളിക്കാനുള്ള സാധ്യത വളരെ വിരളമാണ്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി
നെയ്മറിൻ്റെ പരിക്കിനെ പറ്റിയൊക്കെ വലിയ വാർത്തകളൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അതിലൊരു അപ്ഡേറ്റ് എന്തായാലും ടീമിൻ്റെ ഭാഗത്തു നിന്ന് ഒഫീഷ്യലായി വന്നിട്ടുണ്ട്. മത്സരത്തിന് മുന്നോടിയായുള്ള വാർത്താ സമ്മേളനത്തിൽ ടീമിൻ്റെ പരിശീലകൻ തന്നെ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്നത്തെ മത്സരത്തിൽ എന്തായാലും നെയ്മർ കളിക്കില്ല എന്ന കാര്യത്തിൽ ഒരു ഔദ്യോഗികമായ ഉറപ്പ് വന്നിട്ടുണ്ട്. മറ്റു താരങ്ങളുടെ ഒരു പ്രകടനം ഫോമൊക്കെ ടീമിന് വലിയ രീതിയിൽ ഗുണം ചെയ്യും. കാരണം നെയ്മറെ ഒഴിവാക്കിയൊരു ഗെയിം പ്ലാൻ ഇതിനോടകം തന്നെ പരിശീലകൻ സൃഷ്ടിച്ചിട്ടുണ്ടാവും. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നെയ്മറിൻ്റെ പരിക്കിനെ സംബന്ധിച്ചൊക്കെ വാർത്ത വരുന്ന സമയത്ത് തന്നെ കൃത്യമായി നെയ്മറിനെ ഒഴിവാക്കിക്കൊണ്ടൊരു ഗെയിം പ്ലാൻ പരിശീലകൻ്റെ ഭാഗത്തു നിന്ന് എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ മൊറോക്കോയുടെ കാര്യത്തിലേക്ക് വരാം അല്ലേ. മൊറോക്കോയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ തവണത്തെ 2022 ഖത്തർ ലോകകപ്പിലെ ഒരു സെമി ഫൈനലിസ്റ്റുകളാണ്. അതായത് വമ്പൻ ടീമുകളെയൊക്കെ അട്ടിമറിച്ചുകൊണ്ട് സെമി ഫൈനൽ വരെ എത്തി ആരാധകരുടെ മനം കവർന്ന ഒരു ടീം കൂടിയാണ് മൊറോക്കോ. ആ മൊറോക്കോ വീണ്ടും ഒരു ലോകകപ്പിലേക്ക് എത്തുന്നുണ്ട്. എന്താണ് ഈ ഫൈറ്റിംഗ് മെൻറ്റാലിറ്റി അവർക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുതന്നെയാണ് അവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയും അതുതന്നെയാണ്. ഇനി ഇന്നത്തെ മത്സരത്തിൽ ബ്രസീലിൽ സംഭവിക്കാൻ സാധ്യതയുള്ളൊരു കാര്യം അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്നുണ്ടാവാൻ സാധ്യതയില്ല എന്നൊരു കാര്യം, ഈ മൊറോക്കോയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്താണ് ബ്രസീലിൽ നിന്ന് കളിക്കാൻ ഇറങ്ങുന്നതെങ്കിൽ അത് ബ്രസീലിന് വലിയ വെല്ലുവിളിയാകും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം കഴിഞ്ഞ ലോകകപ്പിൽ പല ടീമുകളും ചെയ്തൊരു കാര്യം മൊറോക്കോയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. അവർ അത് കൃത്യമായി മുതലാക്കിക്കൊണ്ട് വിജയം സ്വന്തമാക്കുന്നു. സെമി ഫൈനൽ വരെ എത്തുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഇത്തവണ ബ്രസീൽ മൊറോക്കോയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്താൽ അത് ടീമിന് ഗുണം ചെയ്യില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കൃത്യമായി ഒരു ഗെയിം പ്ലാനോടുകൂടി തന്നെയാവും എന്തായാലും ബ്രസീൽ. അങ്ങനെ ബ്രസീലിൻ്റെ ഭാഗത്തുനിന്നൊരു ഒരു കൃത്യമായ ഗെയിം പ്ലാനോട് കൂടിയൊക്കെയാണ് ഇറങ്ങുന്നതെങ്കിൽ എൻ്റെ ഒരു കണക്ക് കൂട്ടലിൽ 2-1 ബ്രസീൽ ജയിക്കാനാണ് ഇന്ന് സാധ്യത. 2 ഗോളുകൾ ബ്രസീലിൻ്റെ ഭാഗത്തുനിന്നും 1 ഗോൾ മൊറോക്കോയുടെ ഭാഗത്തുനിന്ന്. അങ്ങനെ ഇത് ഈ പറഞ്ഞതുപോലെ കൃത്യമായൊരു ഗെയിം പ്ലാനോട് കൂടി മൊറോക്കോയെ ഒട്ടും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാതെയാണ് ബ്രസീൽ ഇറങ്ങുന്നതെങ്കിൽ, ഒരു ഗൃഹപാഠത്തോടു കൂടിയാണ് ഇറങ്ങുന്നതെങ്കിലാണ്. ഇനി അതല്ല മൊറോക്കോ ഒരു ചെറിയ ടീമാണ് എന്ന രീതിയിൽ വളരെ ലാഘവത്തോടെയാണ് കളിക്കാൻ ഇറങ്ങുന്നതെങ്കിൽ ഒരുപക്ഷെ ഫലം മറ്റൊന്നാവും. പക്ഷേ അങ്ങനെ ഇറങ്ങാനുള്ള സാധ്യത എന്തായാലും വളരെ കുറവാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വേൾഡ് കപ്പ് അപ്ഡേറ്റിൽ പങ്കുവയ്ക്കുന്ന കാര്യങ്ങൾ. ഒപ്പം സ്വിറ്റ്സർലൻഡോ ഖത്തറോ ആ ഒരു ചോദ്യം നമ്മൾ മുന്നിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പം മൊറോക്കോയോ ബ്രസീലോ, ഇതിന് ഒരു ഉത്തരം എന്തായാലും നാളത്തെ വേൾഡ് കപ്പ് അപ്ഡേറ്റിലുണ്ടാവും. ഒപ്പം നാളത്തെ വേൾഡ് കപ്പ് അപ്ഡേറ്റിൽ ഹെയ്ത്തി സ്കോട്ട്ലൻഡ് മത്സരവും ഓസ്ട്രിയ തുർക്കി മത്സരം അത് വരാനിരിക്കുന്നുണ്ട്. ആ മത്സരങ്ങളുടെ വിശദാംശങ്ങൾ എന്തായാലും നാളത്തെ വേൾഡ് കപ്പ് അപ്ഡേറ്റിൽ ഉണ്ടാവും. ഇന്നത്തെ വേൾഡ് കപ്പ് അപ്ഡേറ്റിൻ്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ദിസ് ഈസ് എം നിഖിൽ കുമാർ സൈനിങ് ഓഫ്.